ഹലോ. സോ ഇന്ന് സൺഡേ ആയി, അങ്ങനെ വീക്കെൻഡ് അവസാനിച്ചു. നാളെ വീണ്ടും ഓഫീസിൽ പോകണം. ബട്ട് ഇറ്റ്സ് ഓക്കെ, എന്തായാലും ഇത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ ടെമ്പിൾ ഉണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. അപ്പം വീക്കെൻഡിലൊക്കെ ഒരു വൈബ് കിട്ടാൻ നല്ലൊരു വൈബുള്ളൊരു അമ്പലമാണ്, നല്ല പീസ്ഫുൾ എൻവയൺമെൻ്റ് ആണ്. അത് ഞാൻ നിങ്ങളെ അവിടെ ചെന്ന് കാണിച്ചു തരാം. ഞാൻ പോകുന്ന വഴിയും അവിടുത്തെ അമ്പലവും അവിടുത്തെ ഫുൾ ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഓർത്തു ഇപ്പോൾ ഇവിടുന്ന് എടുത്ത് തുടങ്ങാം. അപ്പം ഞാൻ റെഡിയായി, ബാക്കിയുള്ളവരൊക്കെ റെഡി ആവുന്നു. അപ്പോൾ ബാക്കി ഞാൻ വഴി കാണാം. ഇതാണ് മലൈ മന്ദിറിൻ്റെ ബസ് സ്റ്റോപ്പ്. ഓവറോൾ വ്യൂ വരുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ മലൈ മന്ദിർ. അപ്പം ഞാൻ ബാക്കി അകത്ത് എന്നിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അമ്പലം. കണ്ടില്ലേ, നല്ല രസമില്ലേ? ഇനി മേളിലാണ്, ഇത് ശരിക്കും മുരുകൻ്റെ അമ്പലമാണ്. ഏറ്റവും മേളിലാണ് മുരുകൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. ബാക്കി വേറെയും പ്രതിഷ്ഠകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് അവർ. അമ്പലം മുരുകൻ്റെ കണ്ടോ, എത്ര താഴെയാണ്. ഇതാണ് മലൈ മന്ദിർ ഞാൻ പറഞ്ഞു. കണ്ടില്ലേ, ഞാൻ എന്ത് പറഞ്ഞില്ലേ, ഭയങ്കര വൈബ് അല്ലെങ്കിൽ നല്ല എൻവയൺമെൻ്റ് ആണ്. അത് കണ്ടോ, നമ്മളെത്ര മേളിലാണ്. ഇതൊരു സ്ട്രക്ചർ തന്നെ ഒരു തമിഴ് അമ്പലത്തിൻ്റെ വൈബിലല്ലേ. ഇത് ആ ഭാഗത്തു നിന്ന് എപ്പോഴും ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് വൈബാണ്. ഇത് കണ്ടില്ല, നമ്മൾ എത്ര മേളിലാണ്. ഇപ്പോഴാണ് അകത്തെ പൂജ കഴിഞ്ഞ് ഇറങ്ങിയത്. ഓൾമോസ്റ്റ് 1.5 hour എടുത്തു അകത്തെ പൂജ നടക്കുന്നത്. സൺഡേ ആയതുകൊണ്ടാവണം ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഇതാണ് മലൈ മന്ദിർ. ഇത് ആക്ച്വലി ഞാൻ പറയുന്നതിനെക്കാട്ടിലും എല്ലാവരും ഇവിടെ വന്ന് തന്നെ ഇതിൻ്റെ വൈബ് അനുഭവിക്കണം. ഡൽഹി മലയാളീസിന് അറിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും മസ്റ്റ് വിസിറ്റ് ടെമ്പിളാണിത്. സെക്ടർ 7 RK പുരം. നിയറസ്റ്റ് മെട്രോ വസന്ത് വിഹാർ അല്ലെങ്കിൽ മുനീർക്കയാണ്. അപ്പോൾ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് വന്നാൽ നല്ല കുറച്ചും കൂടെ ഭംഗിയാണ്. ഏത് സമയത്ത് വന്നാലും ഭംഗിയാണ്, കാരണം കയറ്റം കയറി വരുന്നത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും കാര്യങ്ങളും. മെയിൻ പ്രതിഷ്ഠ വിട്ട് മുരുകനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വൈബ്. നന്നായിട്ടില്ലേ? നേരത്തെ ഇവിടെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് കണ്ടോ, ടോപ്പ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും കാറ്റും, ഒരു ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് കണ്ടില്ലേ. നമ്മൾ എത്ര മേളിലാണ്, നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ അറിയാം. എന്തോ ഒത്തിരി താഴെയാണ് റോഡ് വരുന്നത്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ വൈബ്. പതിവിന് വിപരീതമായി അത്യാവശ്യം കാറ്റ് വീശുന്നത് കൊണ്ട് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. എന്നാലും ഹ്യൂമിഡിറ്റി ഉണ്ട്, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഈ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ചൂടിനൊരു കുഞ്ഞാശ്വാസമായിട്ട് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് വീക്കിൻ്റെ ഇതോടുകൂടി കഴിഞ്ഞു. നാളെ വീണ്ടും കോർപ്പറേറ്റ് ലൈഫിലേക്ക് എനിക്ക് വയ്യ, വീണ്ടും കോർപ്പറേറ്റ് ലൈഫിലേക്ക് കയറുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കാൻ അവിടെ അടുത്ത് തന്നെ പറ്റുമെങ്കിൽ അതുകൂടെ എടുക്കാം. ഇല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ വീണ്ടും മൺഡേ ടു ഫ്രൈഡേ സ്ട്രഗിളിലേക്ക് പോവുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീണ്ടും പറയുന്നു, മസ്റ്റ് വിസിറ്റ് ടെമ്പിളാണ്, എല്ലാവരും വന്ന് കാണുക. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. കണ്ടില്ല, ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങാണ്. എൻ്റെ അനിയനാണ് പോയത്.